ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എപ്പോഴത്തെയും പോലെ സുഖമായിട്ട് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫെർട്ടിലിറ്റി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെയിൽ ഫെർട്ടിലിറ്റിയെ പറ്റിയിട്ടാണ്. പുരുഷന്മാരിലെ വന്ധ്യതാ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സ്പേംസിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും മോട്ടിലിറ്റിയിലും മോർഫോളജിയിലും ഉണ്ടാകുന്ന കുറവുകൾ തന്നെയാണ്. അതെല്ലാം പരിഹരിച്ച് പെട്ടെന്ന് തന്നെ ഗർഭധാരണം നടക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്പുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾ സ്പേംസിൻ്റെ കൗണ്ടിലുണ്ടാകുന്ന കുറവുകളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കപ്പിൾസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ കേട്ടിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഗർഭധാരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും പുരുഷന്മാരിലുണ്ടാകുന്ന സ്പേംസിൻ്റെ തകരാറുകൾ ഗർഭധാരണം വീണ്ടും വൈകിക്കുന്നതിന് ഒരു കാരണം തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു പരിധിവരെ പുരുഷന്മാരുടെ ലൈഫ് സ്റ്റൈലിലുണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ് തന്നെയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെമൻ ടെസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് നിങ്ങൾ സെമൻ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ആയിരിക്കത്തില്ല ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും സെമൻ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലുണ്ടാകുന്ന മാറ്റവും ഭക്ഷണ രീതിയിലുണ്ടാകുന്ന മാറ്റവും മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവുകളും അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടിയ ആ ഒരു റിസൾട്ട് കണ്ട് നിങ്ങൾ ഉടനെ തന്നെ ദയവ് ചെയ്ത് ടെൻഷൻ അടിക്കാതെ ഇരിക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഇത് ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു സെമൻ്റെ കാര്യത്തിൽ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ആയിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പുരുഷന്മാരിലെ പ്രധാന ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ആയിട്ടുള്ള സ്പേംസിൻ്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഉണ്ടാകുന്ന കുറവുകൾ, മോട്ടിലിറ്റി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ഫാസ്റ്റ് ഇജാക്കുലേഷൻ, സെക്ഷൽ പ്രോബ്ലംസ്, ഇതെല്ലാം പരിഹരിച്ച് ഉടനെ തന്നെ ഒരു പാരൻ്റ് ആകാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്പുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതെന്തെല്ലാമാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മാർക്കറ്റുകളിൽ നിന്നെല്ലാം സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് സെസമേ സീഡ്സ് അഥവാ എള്ള് എന്ന് പറയുന്നത്. സ്പേംസിലുണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കുന്നതിന് ഇത്രയും നല്ല ഒരു മാർഗം നമുക്ക് വേറെയില്ല. ഇത് സ്പേംസിൻ്റെ കൗണ്ട് കൂട്ടാനും മോട്ടിലിറ്റിയും മോർഫോളജിയും വർദ്ധിപ്പിക്കുന്നതിനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു സെസമേ സീഡ്സ്. ഇത് നിങ്ങൾ നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു ഗ്ലാസ് പാലിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് നിങ്ങൾ ശീലമാക്കുക. ഇത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിരിക്കണം കുടിക്കേണ്ടത്. ഇത് നിങ്ങളിലെ സെക്ഷൽ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് പരിഹരിക്കുന്നതിനും നല്ല സ്പേംസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഒരുപാട് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തൊരു ടിപ്പാണ് അശ്വഗന്ധ പൗഡർ. ഇത് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് പാലിൽ അശ്വഗന്ധ പൗഡർ ഇട്ട് തിളപ്പിച്ചിട്ട് നിങ്ങൾ കുടിക്കുക. ഇത് സ്പേംസിൻ്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സെക്ഷൽ റിലേറ്റഡ് ഇഷ്യൂസ് പരിഹരിക്കപ്പെടുന്നതിനും ഒരുപാട് സഹായിക്കുന്നു. അതുപോലെ നിങ്ങളിലുണ്ടാകുന്ന ക്ഷീണം അകറ്റുന്നതിനും ഒപ്പം നന്നായിട്ട് ഉറക്കം കിട്ടുന്നതിനും അത്യുത്തമമാണ് ഈ ഒരു അശ്വഗന്ധ മിശ്രിതം. നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ആയുർവേദ കടകളിൽ നിന്നെല്ലാം നമുക്ക് സുലഭമായിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത്. 1 ടീസ്പൂൺ ഇരട്ടി മധുരം പൊടിച്ചതും തേനും ചേർത്തിട്ട് പുരുഷന്മാർ കഴിക്കുന്നത് അവരിലെ ഇജാക്കുലേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് പരിഹരിക്കുന്നതിനും ഒപ്പം ക്വാളിറ്റിയുള്ള സ്പേംസ് ഉണ്ടാകുന്നതിനും നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. ഇത് നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ കഴിക്കാവുന്നതാണ്. മറ്റൊരു രീതി കൂടെ ഞാനിതിൽ പറയാം. നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഒരു ഗ്ലാസ് പാലിൽ 1 ടേബിൾ സ്പൂൺ ഇരട്ടി മധുരം ഇട്ട് കുറുക്കി കഴിക്കുക. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ഉറക്കം കിട്ടുന്നതിനും സെക്ഷൽ ഹോർമോൺസിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും ഒരുപാട് സഹായിക്കുന്നു. അതുപോലെ സ്പേംസിൻ്റെ പ്രൊഡക്ഷനിലും ക്വാളിറ്റിയിലും ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നതിനും പുരുഷന്മാരെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ഇരട്ടി മധുരം എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നവര അരിയെ പറ്റിയിട്ടാണ്. നിങ്ങൾ കേട്ട് കാണുമല്ലോ, സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഈ ഒരു അരി.
ഇത് നിങ്ങൾ സാധാരണ നമ്മൾ ചോറുണ്ടാക്കില്ലേ, അതുപോലെ നിങ്ങൾ ചോറുണ്ടാക്കിയിട്ട് കഴിക്കുക. ഡെയിലി ഒരു 4-5 സ്പൂൺ മസ്റ്റായിട്ട് നിങ്ങൾ കഴിക്കുക കേട്ടോ. കഴിക്കുമ്പോൾ അതിൽ കുറച്ച് തൈര് കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളിൽ സ്പേംസിൻ്റെ കൗണ്ട് കൂട്ടാനും അതുപോലെ ക്വാളിറ്റിയുള്ള സ്പേംസ് ഉണ്ടാകുന്നതിനും ഒരുപാട് നിങ്ങളെ സഹായിക്കുന്നു. അടുത്തൊരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ശതാവരിയെ പറ്റിയിട്ടാണ്. ആയുർവേദ കടകളിൽ നിന്നെല്ലാം വളരെ ചിലവ് കുറഞ്ഞുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ്, അല്ലെങ്കിൽ കിട്ടുന്ന ഒരു ഔഷധമാണ് ഈ ഒരു ശതാവരി. ഇത് നന്നായിട്ട് ചതച്ചതോ അല്ലെങ്കിൽ പൊടിച്ചതോ നിങ്ങൾ വെള്ളം തിളപ്പിച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് പുരുഷന്മാരിലെ വന്ധ്യത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നല്ലൊരു മാർഗ്ഗമാണ്. ഇത് സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. സ്ത്രീകളിലെ യൂട്രസിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ശതാവരി. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ശതാവരി ഇട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരു 3 അല്ലെങ്കിൽ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഇട്ട് നന്നായിട്ട് ഈ ഒരു ശതാവരി 1 ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം നിങ്ങൾ കുടിക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഉലുവയെ പറ്റിയിട്ടാണ്. അത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഒരു ഉലുവ എന്ന് പറയുന്നത്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉലുവ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ കുടിക്കാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ ഉലുവ എടുക്കുക, അതൊരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ കുടിക്കാവുന്നതാണ്. അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഈ ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു ഉലുവ 1/2 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആറിയതിന് ശേഷം വെറും വയറ്റിൽ കുടിക്കുന്നതും നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു ഈ ഒരു സ്പേംസിൽ ഉണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാൻ. അത് പോരാത്തതിന് തന്നെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ഉലുവ. അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഉണക്കമുന്തിരിയെ പറ്റിയിട്ടാണ്. കറുത്ത ഉണക്കമുന്തിരി, അത് നിങ്ങളിലെ സ്പേംസിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ് ഈ ഒരു കറുത്ത ഉണക്കമുന്തിരി. ഇത് നിങ്ങൾക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഉത്തമം. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അത്തിപ്പഴത്തെ പറ്റിയിട്ടാണ്. പുരുഷ പ്രശ്നങ്ങൾക്ക് നല്ലൊരു റെമഡിയാണ് ഈ ഒരു അത്തിപ്പഴം. ഇത് നിങ്ങൾ പാലിൽ ചേർത്ത് ദിവസവും രാത്രി കഴിക്കുക. ഇത് ബലക്ഷയം പരിഹരിക്കുന്നതിനും സെക്ഷൽ ഹോർമോൺസ് പ്രോപ്പറായിട്ട് പ്രവർത്തിപ്പിക്കുന്നതിനും ഒരുപാട് സഹായിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഡേറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴത്തെ പറ്റിയിട്ടാണ്. പുരുഷ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് ഈ ഒരു ഈന്തപ്പഴം. ഇത് നല്ല സ്പേംസ് ഉണ്ടാകുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും ഒരുപാട് സഹായിക്കുന്നു. നിങ്ങൾ ഷുഗർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഈന്തപ്പഴം കഴിക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഷുഗർ ഉള്ളവർ ഈ ഒരു ഈന്തപ്പഴം നിങ്ങൾ കഴിക്കണ്ട. ഷുഗർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് ഈ ഒരു ഈന്തപ്പഴം. ഡെയിലി ഒരു 3-4 വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നല്ലൊരു സൂപ്പർ ഫെർട്ടിലിറ്റി വെജിറ്റബിളിനെ പറ്റിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മുരിങ്ങയ്ക്ക. ഇത് നിങ്ങൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അത്രയും നല്ലതാണ്. ഇത്രയും ആരോഗ്യ ഗുണമുള്ള വേറൊരു വെജിറ്റബിൾ നമ്മളുടെ കയ്യിൽ ഇല്ല എന്ന് വേണം പറയാൻ. ഇത് നിങ്ങൾ അധികം മസാലകളോ അല്ലെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒരുപാട് ഓയിലോ അല്ലെങ്കിൽ തേങ്ങയോ ഒന്നും യൂസ് ചെയ്യാതെ പാകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. അപ്പോൾ ദിവസവും മുരിങ്ങയ്ക്ക നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത് സ്പേംസ് റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാം പരിഹരിക്കുന്നതിന് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് പുരുഷന്മാരിലെ ലൈംഗിക പ്രശ്നങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ സ്പേംസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള റെമഡീസ്. ഇതെല്ലാം നിങ്ങൾ ഒരു ദിവസം തന്നെ വാങ്ങി ഉപയോഗിക്കാനല്ല പറയുന്നത്, മറിച്ച് നിങ്ങളുടെ ഒരു കൺവീനിയൻസ് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക കേട്ടോ. ഇത് നിങ്ങൾക്കൊരു 3 മാസം വരെ ട്രൈ ചെയ്യാവുന്ന ഒന്നാണ്. 3 മാസം വരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും ചേഞ്ചസ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം തന്നെ ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒന്ന് ശ്രമിക്കണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്